നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോളിംഗ് തന്നെയാണ് പല ബൂത്തുകളിലും രേഖപ്പെടുത്തുന്നത്. ചില ഇടങ്ങളിലെല്ലാം തന്നെ ചില പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധ സൂചകമായി കറുപ്പണിഞ്ഞ് പോളിംഗ് ബൂത്തിലെത്തിയ ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പിതാവ് ഉമ്മൻചാണ്ടിയെ സർക്കാർ വേട്ടയാടിയെന്നും ഇന്നും ഏറ്റവും വേദനയുള്ള ദിവസമാണെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പണി തീരാത്ത മിനി സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേരിട്ടു. ഇങ്ങനെ തങ്ങളെ അപമാനിക്കണോ എന്നും ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 140 നമ്പർ ബൂത്തിൽ അമ്മ മറിയാമ്മ ഉമ്മൻ, സഹോദരി മറിയ എന്നിവർക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസമാണിന്ന്. പല പ്രതിഷേധങ്ങളുമുണ്ട്. എൻ്റെ പിതാവിനെ അന്യായമായി 9 വർഷക്കാലം ഈ സർക്കാർ വേട്ടയാടിയത് മാത്രമല്ല, അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കുന്നു. അതിനെതിരായ പ്രതിഷേധമാണ് ഇത്. ഒരു സംശയവും വേണ്ട. പുതുപ്പള്ളിയുടെ മനസ്സിൽ കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണ്. ആ വേട്ടയാടൽ ഞങ്ങളോടും മണ്ഡലത്തോടുമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് തരാതെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതിഷേധം കൂടിയാണ് ഇത്. പാലങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നിർത്തിയെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പണിതീരാത്ത സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കണോ? പണിതീരാത്ത സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടണോ? അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞങ്ങളെ വേട്ടയാടി. ശബരിമല സ്വർണ്ണക്കൊള്ള നാടിനെ ആകെ ബാധിച്ച പ്രശ്നങ്ങളിലെല്ലാം പ്രതിഷേധമുണ്ട്. ജനം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിക്കും. കറുപ്പ് പ്രതിഷേധത്തിൻ്റെതാണ്. കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് വലിയ ആചാരത്തിൻ്റെ ഭാഗമാണെന്നും കൂടി വിചാരിച്ചാൽ മതി. ഇല്ലാത്ത കഥകളുണ്ടാക്കി 3 വർഷക്കാലം വേട്ടയാടി. അതിനുശേഷം CBI അന്വേഷണം. എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ള ദിവസമാണ്. ആ വേദനയോടെയാണ് പ്രതിഷേധം അറിയിക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വലിയ ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9:50 16.23% പോളിംഗ് രേഖപ്പെടുത്തിയത്. ആ സമയത്ത് എല്ലാ ജില്ലകളിലും ഒരുവിധം തിരുവനന്തപുരത്ത് 16.25, കൊല്ലത്ത് 16.4%, പത്തനംതിട്ട 16.54% ഒക്കെ തന്നെയായിരുന്നു വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും പ്രമുഖർ എല്ലാം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് മുന്നണികൾ ഈ ഒരു അവസാന ലാപ്പിലും ഉന്നയിക്കുന്നത്. വികസിത കേരളം എന്ന BJPയുടെയും NDAയുടെയും കാഴ്ചപ്പാട് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും കേരളത്തിൽ ജനങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ആത്മവിശ്വാസമുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP കേരളത്തിൽ നിർണായക ശക്തിയായി മാറുമെന്നും നേമത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. നാടിൻ്റെയും നാട്ടുകാരുടെയും ഭാവി തീരുമാനിക്കാനുള്ള അവസരമാണിത്. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യണം. BJP NDA മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആത്മാർത്ഥമായി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്നും ജനം മനസ്സിലാക്കി അത് ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ മാറ്റം ജനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട്. നിയമസഭയിൽ പോയി ബഹളം വയ്ക്കാനും കമ്പ്യൂട്ടർ തകർക്കാനും സ്പീക്കറുടെ ടേബിൾ കയറി ഭരതനാട്യം ചെയ്യാനുമല്ല ഞങ്ങൾ അവസരം ചോദിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഒരവസരം ചോദിക്കുന്നത്. അതിനുവേണ്ടിയാണ് മത്സരിക്കുന്നത്. കേരളം മാറണം, മാറാത്തത് മാറ്റണം. കേരളം ഇനി വളരണമെന്നും 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇനി മെയ് 4 ഫലം കാണാം. UDFനും LDFനും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്ന ജനവിധിയാകില്ല. BJP നിർണായക ശക്തിയായി മാറുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള വോട്ടിന് പണം ആരോപണത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായ പ്രതികരണം നടത്തിയില്ല. ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് വിവാദങ്ങൾ വേണ്ട. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, പോലീസുണ്ട്. നിയമപരമായ നടപടികൾ അവർ എടുക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഓരോ ജില്ലയിലും കാര്യങ്ങൾ വിശകലനം ചെയ്താൽ അക്കാര്യം മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് BJP വോട്ടിന് പണം വിതരണം ചെയ്തെന്ന ആരോപണത്തിൽ BJPക്ക് ഇനിയും കേരളത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.
പ്രതികരണം. അവിടെയൊക്കെ ചെയ്യുന്ന പണികൾ ഇവിടെ ചെയ്താൽ ക്ലച്ച് പിടിക്കില്ല. തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കും, പിന്നെ ക്ലോസ് ആകും. ഈ ഗതികേടിൽ അവർ നിൽക്കുന്ന കാരണം ഇത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യത കുറവാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനാധിപത്യം വിജയിക്കട്ടെ എന്നും ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ ഞങ്ങൾ പറയുന്നില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസസ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജനാധിപത്യം വിജയിക്കണം, അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ ഞങ്ങൾ പറയുന്നില്ല. ആരാ ജയിക്കുന്നത് അവർ വരട്ടെ. ജനാധിപത്യം വിജയിക്കണം, അതിനനുസരിച്ചുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം. സർക്കാരും കോടതിയും വേണ്ടവിധം അന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അത് നടക്കട്ടെ എന്നും G സുകുമാരൻ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും അനുകൂലമായ തരംഗമുണ്ടോ എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തീർച്ചയായിട്ടും ജനങ്ങൾ അവിടെ പോളിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്താണ് ജനങ്ങളുടെ മനസ്സ് എന്നുള്ളത് പെട്ടിയിലാകും. പിന്നീട് ഒരു കാത്തിരിപ്പാണ്. മെയ് 4-ന് ആര് ഭരിക്കണം കേരളം എന്നുള്ളതിനുള്ള ഉത്തരം പെട്ടി തുറക്കുമ്പോൾ നമുക്കറിയാം.